ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധമ്മയെ ഋതിക ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഋതിക പറയുന്നു, രാധമ്മയെ പ്രിയേച്ചി വരുന്നുണ്ട്. അപ്പോൾ പ്രിയ വന്നിട്ട് വിഷമത്തോടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് രാധമ്മ ചോദിക്കുന്നു, നിനക്കെന്താടി വിഷമം? അത് ഞാൻ ജയേട്ടനെ ഓർത്ത് വിഷമിക്കുമോ അമ്മേ? നിനക്ക് ജയനെ ഓർത്ത് വിഷമം, എനിക്ക് ശ്രീമോളെ ഓർത്ത് വിഷമം എന്നിങ്ങനെ രാധമ്മ പറയുവാണ്. എൻ്റെ ജയേട്ടൻ ഒരു ജോലി തേടി അലയുവാ അമ്മേ ഈ പൊരി വെയിലത്ത്. എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ടൗണിൽ ഏതെങ്കിലും ചിട്ടിക്കമ്പനിയിലോ ഏതെങ്കിലും ഒരു ഓഫീസിലോ എൻ്റെ ജയേട്ടനൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായാനെ. പക്ഷേ ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ എന്നും പറഞ്ഞങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാജു അങ്ങോട്ട് വരുവാണ്. രാജു ചോദിക്കുന്നു, അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ, ജോലി ചെയ്യാൻ അളിയൻ തയ്യാറാണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? കൂലിപ്പണിയൊന്നും എൻ്റെ ജയേട്ടൻ അത്രയ്ക്ക് വശമല്ല. എൻ്റെ ചേച്ചി, അളിയൻ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ശ്രമിച്ചാലും അളിയനൊരു ജോലിയൊക്കെ കിട്ടും. ചേച്ചി ടെൻഷനൊന്നും അടിക്കേണ്ട. മന്ത്രിയുടെ പി എ ആയിട്ടോ മരുമകനായിട്ടോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. അളിയനൊരു ജോലി ഞാൻ വാങ്ങിക്കൊടുക്കും എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ രാധമ്മയ്ക്കും പ്രിയയ്ക്കും ഒക്കെ സന്തോഷമാകുന്നു. ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ഋതികയും. ജയനാണെങ്കിൽ അവൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഓരോരോ കാറും നോക്കുവാണ് അതിൻ്റെ മുന്നിലോട്ട് എടുത്ത് ചാടാൻ. എന്നിട്ട് വേണമല്ലോ പൈസ എന്തെങ്കിലും മേടിക്കാൻ. പല കാറുകൾ കണ്ടിട്ടും അവന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴും അങ്ങ് നോക്കുമ്പോൾ അംബികയുടെ കാറ് വരുന്നുണ്ട്. ഇതൊരു നല്ല കാറാണല്ലോ വരുന്നതെന്ന് കരുതിയാണ്. അംബികയുടേതാണെന്ന് അവൻ അറിഞ്ഞില്ല. പക്ഷേ ആ കാറിൻ്റെ മുന്നിലോട്ട് ജയൻ അങ്ങോട്ട് ചാടുവാണ്. കാറിൻ്റെ മുമ്പിലോട്ട് ചാടി കിടന്നതിന് ശേഷമാണ് കാണുന്നത് അംബിക മേഡം. അയ്യോ ദൈവമേ, അംബിക മേഡം. ജയൻ എന്നിട്ട് കണ്ണടച്ച് കിടക്കുക. അംബിക നോക്കിയിട്ട്, അയ്യോ ഇത് രാജുവിൻ്റെ അളിയൻ ജയനല്ലേ, ഇവൻ ചത്തോ? ജയ ജയ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ദൈവമേ, ഇവൻ്റെ ബോധം പോയല്ലോ എന്നും പറഞ്ഞ് കാറിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ജയൻ്റെ മുഖത്ത് തളിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ എന്ന പോലെ ജയൻ ഇങ്ങനെ അഭിനയിച്ചങ്ങോട്ട് എഴുന്നേൽക്കുവാണ്. അംബിക എന്നിട്ട് ജയനോട് പറയുന്നത്, എനിക്ക് അബദ്ധം പറ്റിയതൊന്നും അല്ല, കാറിലെ ഞാൻ ബ്രേക്ക് ചവിട്ടിയതാ. ജയൻ മുന്നിലേക്ക് വന്ന് വീഴുമായിരുന്നു. സോറി മാഡം, മനഃപൂർവ്വമല്ലെന്ന് എനിക്കും മനസ്സിലായി ജയ. ജയൻ എന്തു പറ്റി? ജയൻ ആകെ ടയേർഡാണല്ലോ. എന്താന്ന് വെച്ചാൽ എന്നോട് പറ ജയ, നമ്മൾ അന്യവരൊന്നും അല്ലല്ലോ, നമ്മൾ ബന്ധുക്കളല്ലേ. ജയൻ പറയുക, ഞാൻ വല്ലാതെ അസ്വസ്ഥനാ മേഡം, വീട്ടിലാകെ പ്രശ്നങ്ങളാ. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ല. ഇവൻ്റെ വീട്ടിലെ ന്യൂസ് എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് അംബിക ചോദിക്കുന്നത്, എന്താ ജയ അവിടെ പ്രശ്നം? എന്നോട് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിലേ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞോ ജയ. ജയൻ പറഞ്ഞെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ. അത് മേഡം, പ്രധാന കാരണം എനിക്കൊരു സ്ഥിര വരുമാനമില്ല, ഒരു ജോലിയില്ല. അപ്പോൾ എല്ലാ കാര്യവും വീട്ടിൽ മുടങ്ങുമല്ലോ. അതിനവിടെ കുടുംബപരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ രാജുവല്ലേ. അതൊക്കെ അളിയൻ ചെയ്യുന്നുണ്ട് മേഡം. പക്ഷേ അവഗണനയും അവജ്ഞയൊക്കെ സഹിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. മേഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മാനസികമായി ഞാൻ ആകെ തകർന്ന നിലയിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അംബികയുടെ കുനിഷ്ഠ ബുദ്ധി ഉടനെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവനെ എങ്ങനെയെങ്കിലും കയ്യിലെടുത്താൽ രാജുവിനെതിരെ നമുക്ക് പാര പണിയാൻ പറ്റും. ജയന് തൽക്കാലം ഒരു ജോലിയല്ലേ വേണ്ടത്, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ സ്പിന്നിങ് മില്ലിൽ ജയന് ഞാനൊരു ജോലി തരാം. എൻ്റെ സ്പിന്നിങ് മില്ലിലോട്ട് ജയനൊന്ന് വന്നാൽ മതി. അയ്യോ ഒത്തിരി സന്തോഷം എന്നിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുവാണ് ജയൻ. അപ്പോൾ ജയ നീ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്നും പറഞ്ഞ് അംബിക കാറിൽ നിന്ന് ബാഗ് എടുത്ത് കുറച്ച് പൈസ എടുത്ത് ജയന് കൊടുക്കുവാണ്. എന്തായാലും ജയൻ റോഡിൽ തലകുത്തി വീണതല്ലേ, എന്തായാലും ജയൻ പോയി ചെക്കപ്പൊക്കെ ഒന്ന് നടത്ത് എന്നും പറഞ്ഞ് രൂപ കൊടുക്കുവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് സഹായിച്ചോളാം. അപ്പോൾ ജയൻ ആ പൈസയൊക്കെ വാങ്ങിച്ചോണ്ട് ഇങ്ങനെ മനസ്സിൽ പറയും, ഓ പിന്നെ ഹോസ്പിറ്റല്, തൽക്കാലം ഈ കാശ് എൻ്റെ കവറിലിരിക്കട്ടെ എന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അംബിക ആരോ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. ജഗനെ കിട്ടിയോ എന്നൊക്കെ അംബിക ചോദിക്കുന്നത്. കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അംബിക ദേഷ്യത്തോടെ നാശം എന്നൊക്കെ പറയുവാണ്. കൊച്ചമ്മണിയും പ്രിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊച്ചമ്മണി പറയുക, ഈ കുരങ്ങ് കളിക്കാർ കുരങ്ങനെ ഇട്ട് കളിപ്പിക്കത്തില്ലേ, ഇങ്ങനെ പാട്ടയൊക്കെ ഇട്ട് തട്ടി കളിപ്പിക്കുന്നത്. ഞാനെങ്ങും കണ്ടിട്ടില്ല അതൊന്നും. അങ്ങനെ കുരങ്ങിനോട് ആരെങ്കിലും മര്യാദകേട് കാണിച്ചാൽ അപ്പോഴകത്ത് പോവും എന്നിങ്ങനെ പ്രിയ പറയുവാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറഞ്ഞ്. അന്നൊക്കെ ചില വീടുകളിലൊക്കെ കുരങ്ങന്മാരെ വളർത്താറുണ്ടായിരുന്നു. എന്നിട്ട് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും, ആടിക്കളിക്കടാ കൊച്ചുരാമ, ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്നൊക്കെ. അതുപോലെ ആയിരിക്കണം ഉത്തമയായ ഭാര്യ ഭർത്താവിനെ കൈകാര്യം ചെയ്യേണ്ടത്. അത് കേട്ടിട്ട് പ്രിയ പറയാം, കൊള്ളാം, മരുമകളോട് പറഞ്ഞു തരാൻ പറ്റിയ നല്ല ഉപദേശം. എൻ്റെ പ്രിയ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഏത് ഭർത്താവിനെയും കയറൂരി വിട്ടാലേ അവരവരുടെ പാട്ടിനങ്ങ് പോവും. അയ്യോ എൻ്റെ അമ്മേ, കയറൂരി വിടാൻ പശുവാണോ എൻ്റെ ഭർത്താവ്? പശുവല്ല, കാളയാ, കപ്പക്കാള. അതെ, പുറകിൽ സീലടിച്ച് വിട്ടില്ലെങ്കിലേ പിന്നെ കണ്ടുപിടിക്കാൻ പാടാ. ഇരുകാലി മൃഗവാ, അടിച്ചു തെളിക്കണം, അല്ലെങ്കിൽ അവൻ നന്നാകത്തില്ല. പിന്നെ ഭർത്താവിൻ്റെ കയ്യിലോ കാലിലോ ഇട്ട കയറ്
ഒരു തുമ്പ് ഭാര്യയുടെ കയ്യിലിരിക്കണം, എന്നാലേ ആ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കൊച്ചമണി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലേ ഇത്തരം വൃത്തികെട്ട ഉപദേശങ്ങൾ തരുന്ന നിങ്ങളെയാ ആദ്യം കയറിട്ട് കെട്ടേണ്ടത് എന്ന് പ്രിയ പറയുമ്പോൾ കൊച്ചമ്മണി പറയാം, നീ കേൾക്കണ്ടാടി, നീ കിടന്ന് അനുഭവിച്ചോ. അപ്പോൾ ഋതിക അതുവഴി വരുന്നുണ്ട്. ഋതികയെ കണ്ടതും കൊച്ചമ്മണി പെട്ടെന്ന് ചാടി എണീറ്റും 2 കൈ എടുത്ത് തൊഴുവാണ്. പ്രിയ ചോദിക്കുന്നു, അല്ല ഋതികയെ കണ്ടപ്പോൾ അമ്മ എന്താ പെട്ടെന്ന് റെസ്പെക്റ്റോടെ അങ്ങ് എഴുന്നേറ്റ് കൈ തൊഴുതത്? ഋതിക പെട്ടെന്ന് കൊച്ചമ്മണിയെ കണ്ണ് കാണിക്കുന്നുണ്ട്, ഒന്നും പറയരുതെന്ന്. എന്താണെന്ന് അറിയില്ല പ്രിയെ, എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു ദേവി വരുന്ന പോലെയാ തോന്നുന്നത് എന്നും പറഞ്ഞ് കൈ തൊഴുവാണ് നമ്മുടെ കൊച്ചമ്മണി. പ്രിയ ചോദിക്കുന്നു, ഋതുമോളെ ഇവർക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഋതിക പെട്ടെന്നൊരു സങ്കടമൊക്കെ ഇങ്ങോട്ട് അഭിനയിച്ചുകൊണ്ട് പറയുക, വാഗ്ദാനം ചെയ്താലും ഞാൻ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കാനാ പ്രിയേച്ചി? 10 പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത മന്ത്രിയുടെ മോളല്ലേ ഞാൻ. കൊച്ചമ്മണി തലകുനിഞ്ഞോണ്ട് പറയുക, ചത്ത് ചീഞ്ഞ ശവത്തേലിട്ട് കൊത്തല്ലേ മോളെ. കാര്യം ഞാൻ മോളെ ഒരുപാടിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊരു ദേവിയാ, ദേവി വരദായിനി എന്നൊക്കെ പറഞ്ഞ് കൈതൊഴുവാണ്. അപ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ അന്നപൂർണേശ്വരി എന്നൊക്കെ ഋതിയെ നോക്കി പ്രാർത്ഥിക്കുന്ന കണ്ടുകൊണ്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, അല്ല എന്താ ഇവിടെ? പ്രിയ പറയുക, ഇവർക്ക് വട്ടാച്ച ദേവിയാണെന്നാണ് ഇപ്പം ഋതിക മോളെ പറയുന്നത്. എന്നാലേ ഇത് അവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റി പറഞ്ഞോളും, ഇത് വട്ടൊന്നുമല്ല, ഇത് അവരുടെ തനി സ്വഭാവമാണ് എന്നൊക്കെ വേണുവേട്ടന് തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പോഴൊരു അഭിനയത്തോടെ ജയൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്ത് പറ്റി ജയേട്ടാ എന്നിങ്ങനെ പ്രിയ ചോദിക്കുമ്പോൾ പറയാം, വല്ല മൈക്കാട് പണിയെങ്കിൽ മൈക്കാട് പണി അതെങ്കിലും കിട്ടുമോന്ന് തേടി പോയതാ. വെറുതെ വെയിൽ കൊണ്ടത് തന്നെ മിച്ചം, ഒരിടത്തും ജോലിയില്ല. കേരളത്തിൽ മലയാളിക്ക് ഒരു പണിയും കിട്ടത്തില്ലെന്നേ. അപ്പോൾ നമ്മുടെ രാജു അങ്ങോട്ട് വന്നിട്ട് പറയുക, അളിയൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഗ്ലാമറായിട്ട് എന്നോടൊപ്പം ഒന്ന് വാ. എന്തിനാണോ രാജു, ഇവനെ സിനിമയിൽ അഭിനയിപ്പിക്കാനാണോ എന്ന് വേണുവേട്ടൻ ചോദിക്കുക. അച്ഛാ, അതിന് അളിയന് നല്ല ഗ്ലാമറല്ലേ, ശ്രമിച്ചാൽ ചിലപ്പോൾ സിനിമയിലൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം വിളിച്ചത് അതിനൊന്നുമല്ല. വർമ്മ സാറിനോട് പറഞ്ഞ് അളിയനെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയും തരപ്പെടുത്തി കൊടുക്കാൻ നോക്കാം. അത് കേട്ട് പ്രിയ സന്തോഷത്തോടെ ഈശ്വരാ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നു. നമ്മുടെ കൊച്ചമ്മണി ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുക. ഗവൺമെൻറ് ജോലിയൊന്നും പ്രതീക്ഷിക്കല്ലേ അളിയ, അതൊന്നും വർമ്മ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സാറിൻ്റെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും ജോലി തരും. താങ്ക് യു അളിയ. അപ്പോൾ ഋതിയോട് രാജു ചോദിക്കുന്നു, മേഡം എന്തു പറയുന്നു? നല്ല കാര്യമല്ലയോ? അച്ഛൻ ഷുവറായിട്ടും ജോലി കൊടുക്കും. വേണുവേട്ടൻ അത് കേട്ടിട്ട് ദേഷ്യവും വിഷമവും ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഇവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ രാജുവിനെതിരെ എന്തെങ്കിലും പാര പണിയും അവിടെ. എന്നിട്ട് രാജുവിനോട് പറഞ്ഞു, ഡാ വേണ്ടടാ, അതൊന്നും ശരിയാവില്ല, കുഴപ്പമില്ലച്ചാ, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഒരു കുഴപ്പവും കാണിക്കാതെ ജോലി ചെയ്യാം അളിയ. അപ്പോൾ രാജു പറയാം, കുഴപ്പം കാണിക്കാതെ ജോലി ചെയ്താൽ അളിയന് കൊള്ളാം. മോനെ എനിക്കും കൂടെ അവിടെ എന്തെങ്കിലും ഒരു ജോലി മേടിച്ചതാ എന്ന് കൊച്ചമ്മണി പറയുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ പറയും, അവിടെ മുറ്റം മുഴുക്ക ടൈലിട്ടിരിക്കുക, അവിടെ അടിച്ചു വാരുന്നതിൻ്റെ പണിയൊന്നുമില്ല. അയ്യേ, അതൊന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഏതെങ്കിലും ഓഫീസിലിരുന്നോളാം. അത് കേട്ട് വേണുവേട്ടൻ കളിയാക്കുവാണ്. അല്ല എങ്ങനെ, കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിച്ചങ്ങ് പാസ്സായിരിക്കുമല്ലേ, അങ്ങോട്ട് ഓഫീസിൽ കൊണ്ട് ഇരുത്തിയാൽ മാത്രം മതി എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ ജയനും വഴക്ക് പറയും, ഒന്ന് അടങ്ങിയിരിക്കേണ്ട കിളവി, ബാക്കിയുള്ളവൻ്റെ കഞ്ഞിൽ മണ്ണെണ്ണ ഓരി ഒഴിക്കാതെ. അളിയാ, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പം വരാവേ എന്നും പറഞ്ഞ് ജയൻ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ വേണുവേട്ടൻ പറയുന്നുണ്ട്, ഇത് പാരയാവാതിരുന്നാൽ മതിയായിരുന്നു. പ്രതാപനും ശേഖരനും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാമിനി ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ട് പ്രതാപൻ പറയുന്നു, ഈ രാജുവിനെ കാണുന്നില്ലല്ലോ, ഇന്നൊരു വീഡിയോ കോൺഫറൻസ് ഉള്ളതാണല്ലോ, രാജു പഞ്ചുവിലാണല്ലോ, എന്താ പിന്നെ താമസിക്കുന്നത് എന്നിങ്ങനെ ശേഖരൻ ചോദിക്കുന്നു. പക്ഷെ അംബിക അവിടെ ഒളിഞ്ഞു മാറി നിന്ന് നോക്കുന്നുണ്ട്, എന്താ ഇവർ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യം കാണും, അതായിരിക്കും രാജു താമസിക്കുന്നത് എന്ന് യാമിനി പറയുമ്പോൾ ശേഖരൻ പറയും, അങ്ങനെയൊന്നുമല്ല, എന്ത് അത്യാവശ്യം ഉണ്ടായാലും രാജു ഇങ്ങനെ പറഞ്ഞെത്തും. ഇതേ ഞാൻ പറഞ്ഞതല്ലേ, ആളിങ്ങെത്തി എന്ന് ശേഖരൻ പറയുമ്പോൾ രാജു അങ്ങോട്ട് വരുവാണ്. അപ്പോൾ പ്രതാപൻ പറയും, എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ആത്മാവ് ഇവിടെ വെച്ചിട്ട് അവരുടെ ശരീരം മാത്രമേ വീട്ടോട്ട് കൊണ്ടുപോകുന്നുള്ളെന്നാണ് തോന്നുന്നത്. രാജുവിനോടൊപ്പം ജയനും വന്നിട്ടുണ്ട്. ശേഖരൻ ചോദിക്കും, അല്ല ഇന്ന് അളിയനെയും കൂട്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അംബിക ഇങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ജയ വിശേഷങ്ങൾ എന്നൊക്കെ പ്രതാപനും ശേഖരനും ഒക്കെ ചോദിക്കുന്നുണ്ട്. ശേഖരൻ ഇരിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ രാജു പറഞ്ഞു, സാറേ ഞാൻ അളിയനെയും കൂട്ടി വന്നതേ സാറിനോടൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എന്താ രാജു നീ പറഞ്ഞോ എന്നിങ്ങനെ പ്രതാപം പറയുമ്പോൾ രാജു പറയുന്നു, സാറേ നമ്മുടെ കമ്പനിയിൽ എവിടെയെങ്കിലും അളിയനൊരു ജോലി കൊടുക്കണം. അതിനെന്താ രാജു, നമുക്ക് കൊടുക്കാമല്ലോ. ജയൻ 1 മണിക്കൂറിന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ജയൻ പുറത്തോട്ട് പോവുകയാണ്. അംബിക അവിടെ നിന്ന് നോക്കിയിട്ട് പറയാ, ജയൻ നല്ല ഒരു പാരയാ, രാജുവിൻ്റെ വീട്ടുകാർക്കിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു പാര. ജയൻ അങ്ങനെ വെളിയിലോട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ നിൽക്കുവാണ്.
ഇത് നമ്മുടെ അംബിക ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ദീപക് ആ വഴി വരുന്നുണ്ട്. ദീപക് ജയനെ കണ്ടോണ്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നു, ഈ വയ്യാവേലി എന്തിനാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ദീപക് എന്നിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണ്. പോകുന്ന സമയത്ത് ദീപക്കിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ പേഴ്സ് താഴെ വീഴുന്നുണ്ട്. ജയൻ അത് പെട്ടെന്ന് എടുത്തിട്ട് എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കുമ്പോൾ ദീപക് ചോദിക്കും, എന്താ കാര്യം. ഇതൊക്കെ അംബികയും കാണുന്നുണ്ട്. ദീപക് പേഴ്സ് വാങ്ങിയിട്ട് താങ്ക്സ് എന്ന് പറയുമ്പോൾ ജയൻ പറയാം, താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ, അതൊന്ന് എണ്ണി നോക്കണം. ജയനെ ഒന്ന് നോക്കിയിട്ട് ദീപക് പറയാം, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവനെ പേഴ്സ് തുറന്ന് 2 500 നോട്ട് കൊടുക്കുന്നുണ്ട്. ജയനത് വലിയ സന്തോഷത്തോടെ അങ്ങ് മേടിക്കുവാണ്. ഇതൊക്കെ അംബിക കാണുന്നുണ്ട്. അംബിക ദീപക്കിനോട് പറയുന്നു, ദീപക്കെ ആ മുറ്റത്ത് നിൽക്കുന്നവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. എന്തിനമ്മേ, അവനാ രാജുവിൻ്റെ അളിയനാ, വെറും കൺട്രി അവൻ. മോനെ, ആ കൺട്രിയെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ടടാ. അയ്യോ എന്തിനാ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അനുസരിക്കടാ എന്നും പറഞ്ഞ് ദേഷിക്കുവാണ് അംബിക. പെട്ടെന്ന് ദീപക് പോകുന്നുണ്ട് ജയനെ വിളിക്കാനായിട്ട്. അങ്ങനെ ദീപക് ചെന്ന് ജയനെയും വിളിച്ചുകൊണ്ട് വരുവാണ് അംബികയുടെ അടുത്തോട്ട്. ജയനോട് അംബിക പറയുക, അന്ന് ജയൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സങ്ങ് അലിഞ്ഞതാ. അന്ന് തന്നെ എൻ്റെ സ്പിന്നിങ് മില്ലിൽ വരാനും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ജയനൊരു ജോലി തരട്ടെ, മാസം 60,000 രൂപ ശമ്പളം. അത് കേട്ട് ജയൻ ഇങ്ങനെ വായുമ്പളന്ന് നിൽക്കുക. അത് ചെറിയ ശമ്പളമൊന്നും അല്ല കേട്ടോ ജയ. അയ്യോ മേഡം, എനിക്കറിയാം, ഞാൻ സന്തോഷം കൊണ്ടങ്ങ് മതിമറന്ന് നിന്നുപോയതാ. എനിക്ക് 100 വട്ടം സമ്മതമാണ് മേഡം. ജയൻ അന്യനൊന്നും അല്ലല്ലോ, അതാ ഞാൻ കൂടുതൽ ശമ്പളം തന്ന് ജയനെ കൂടെ നിർത്തുന്നത്. ഇതിലിപ്പോൾ ഒരു സന്തോഷം എനിക്കിനി വരാനില്ല മേഡം. എങ്കിലേ ജയൻ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യ്. ദീപക്കിനാണെങ്കിൽ ഇത് ഒട്ടും അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം വരുക. അവൻ പറയാം, ഈ വൃത്തികെട്ടാനൊക്കെ അമ്മ എന്തിനാമ്മേ ജോലി കൊടുക്കുന്നത്. അതേ, രാജുവിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട്. ഒന്ന് പോടാ അവിടുന്ന്. ഈ അംബികവർമ്മ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലേ അതിന് പല ലക്ഷ്യങ്ങളുണ്ടാകും. അംബിക അപ്പോൾ ഓർക്കുവാണ്, ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോയപ്പോൾ പെട്ടെന്ന് ജയൻ എടുത്തിട്ട് അതിന് 1000 രൂപ ആദ്യം തന്നെ അടിച്ചു മാറ്റി. അതിനുശേഷമാണ് ആ പേഴ്സ് ദീപക്കിൻ്റെ കൊടുത്തതും അവൻ വലിയ സത്യസന്ധനായിട്ട് അഭിനയിച്ചതും. അങ്ങനെ ദീപക്കും 1000 രൂപ കൊടുത്തു. അങ്ങനെ 2000 രൂപയും കൊണ്ടാണ് ജയൻ അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ അംബിക ഓർക്കുവാണ്, ഇവൻ്റെ കള്ളത്തരം അവൾക്ക് പറ്റിയ ആൾ തന്നെയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അംബികയുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ദീപക്കിന്. അവനോട് പറയാം, എടാ അവൻ പാഷാണത്തിൽ കിടന്ന് പൊളയുന്ന മൂട്ടയാ, അവൻ രാജുവിൻ്റെ അളിയനല്ലേ. ഇങ്ങനെയുള്ളൊരു വക്രബുദ്ധിക്കാരനെയാടാ നമുക്ക് ആവശ്യം. ഇവനെ കൊണ്ട് നമുക്ക് പലതും ചെയ്യിപ്പിക്കണം. ഒടുവിൽ ഇവൻ തന്നെ കുരിശുമേൽ കയറി അങ്ങ് നിന്നോളൂ. അത് കേട്ട് അമ്മയും അവനും അങ്ങ് ചിരിക്കുവാണ്. ജയൻ എന്നിട്ട് ശേഖരൻ്റെയും യാമിനിയുടെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പ്രതാപനും രാജുവും വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, അല്ല ജയൻ കാത്തിരുന്നോ മുഷിഞ്ഞോ. ഇല്ല സാറേ, അത്യാവശ്യമായിട്ടൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, അതാ ജയനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. ശേഖരനോട് പ്രതാപൻ ചോദിക്കും, നമുക്ക് ഏത് കമ്പനിയിലാണ് ജയനൊരു ജോലി കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അംബികയും ദീപക്കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പെട്ടെന്ന് പറയുക, പ്രതാപ എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട്. അത് കേട്ട് അവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം നല്ല കാര്യത്തിനായിരിക്കില്ലല്ലോ അംബിക ഒരുങ്ങുന്നതെന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലായി. ജയൻ മാത്രം സന്തോഷിച്ചിങ്ങനെ വായുമ്പളന്ന് നിൽക്കുക. ജയന് ഞാനൊരു ജോലി കൊടുക്കുന്നതിൽ പ്രതാപൻ എതിർപ്പുണ്ടോ? ഏയ് ഇല്ല എന്നിങ്ങനെ പ്രതാപൻ മനസ്സില്ലാ മനസ്സോടെയാണ് പറയുന്നത്. ഈ പി എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ്സ് ആയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിത് ആലോചിച്ചത്. പ്രതാപൻ്റെ അഭിപ്രായം എന്താ? യാമിനിക്കും ശേഖരനും രാജുവിനും ഒട്ടും പിടിക്കുന്നില്ല. അവനിങ്ങനെ ആകെ വെപ്രാളെ പിടിച്ച് നിൽക്കുവാണ്, എന്ത് പറയണമെന്നറിയാതെ. പ്രതാപൻ പറയുന്നത്, ചേച്ചി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നത്? ഞാനല്ലല്ലോ പറയേണ്ടത്. യെസും നോയും ഒക്കെ പറയേണ്ടത് ജയനല്ലേ. ജയൻ പറയട്ടെ. ഒന്നും ആലോചിക്കാതെ പൊട്ടൻ ജയൻ പെട്ടെന്ന് പറയുക, എനിക്ക് 100 വട്ടം സമ്മതം. അത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് രാജുവും ശേഖരനും യാമിനിയും. പിന്നെന്താ, ഇനി ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എങ്കിൽ ഇന്നു മുതൽ ജയനെ ഞാൻ എൻ്റെ പി എ ആയിട്ട് നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ അംബിക പറയും. പെട്ടെന്ന് ജയൻ അംബികയുടെ കാലയിലങ്ങ് വീഴുവാണ്. ദീപക് പതുക്കെ പറയുന്നുണ്ട്, കാല് വാരാതിരുന്നാൽ മതി. ജയൻ്റെ ഡ്രസ് കോഡിനുള്ള പണമൊക്കെ ഞാൻ അയക്കാം, GPay നമ്പർ എന്ന് പറഞ്ഞ്. പെട്ടെന്ന് ജയൻ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അംബിക അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. രാജു ആകെ സങ്കടത്തിലായി. രാജു പറയുന്നു, വർമ്മ സാറേ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, വാ അളിയ എന്നും പറഞ്ഞ് രാജു ജയനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുവാണ് അവിടുന്ന്. ജഗന്നാഥൻ ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. പത്മാവതിയും കൂടെ അവളുടെ സെർവൻറ്റും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്താ ഇതുവരെ ബോധം തെളിയാത്തത്? ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞ് പത്മാവതി ജഗന്നാഥേട്ടാ എന്നിങ്ങനെ വിളിക്കുവാണ്. അപ്പോൾ എന്നൊരു ശബ്ദത്തോടെ ജഗന്നാഥൻ ഇങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് പത്മാവതിയെ കാണുന്നുണ്ട്. പത്മാവതിയോ എന്നിങ്ങനെ പറഞ്ഞ് അതിശയത്തോടെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ജഗന്നാഥൻ്റെ ബോധമൊക്കെ തെളിഞ്ഞ് പത്മാവതിയെ കണ്ടു കഴിഞ്ഞ് ഇനി ജഗന്നാഥൻ ഇത്രയും നാൾ എന്ത് ക്രൂരതയാണ് അംബികയിൽ നിന്നും അനുഭവിച്ചത്, പത്മാവതിയും എത്രത്തോളം ക്രൂരത അംബികയിൽ നിന്നും അനുഭവിച്ചു എന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്
പെട്ടെന്ന് തന്നെ ജഗന്നാഥൻ പ്രതാപനെ കണ്ട് അംബിക നടത്തിയ ക്രൂരതകളുടെ കഥകളെല്ലാം പറയും. അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.